നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കോൺഫിഡന്റ് ഗ്രൂപ്പ് മേധാവി CJ റോയ് സ്വയം ജീവനൊടുക്കിയ സംഭവത്തിലെ അന്വേഷണം നടക്കുന്നതിനിടെ റോയ് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചതായി സംശയം ഉണർന്നിരിക്കുകയാണ്. റോയ് എഴുതിയ 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചെന്നാണ് സൂചന. അദ്ദേഹം എഴുതിയെന്ന് കരുതുന്ന കുറിപ്പ് പോലീസിന് ലഭിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇത് SIT സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. വൈകാരികമായ ചില കാര്യങ്ങൾ കുറിപ്പിലുണ്ടെന്നാണ് സൂചന. കുടുംബാംഗങ്ങളുടെയും സ്ഥാപനത്തിലുള്ളവരുടെയും അടക്കം വിശദമായി മൊഴിയെടുക്കുന്നതോടെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. IT ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യും. അതിനിടെ ഡോക്ടർ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നാലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിർണായക തീരുമാനമെടുത്തു കുടുംബം. റോയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ കുടുംബത്തിന്റെ നിലപാട് വ്യക്തമാക്കി CJ ബാബുവാണ് രംഗത്തെത്തിയത്. കമ്പനിയുടെ എല്ലാ പ്രോജക്റ്റുകളും മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ തുടരുമെന്നും കേരളത്തിലെ ചുമതലയുള്ള ജോസഫും റോയിയുടെ മകൻ രോഹിത്തും ചേർന്ന് ഇനി കമ്പനിയെ നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റോയ്ക്ക് കടബാധ്യതകളോ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ആശങ്കകൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും ബാബു വിവരിച്ചു. തന്ത്രി കണ്ഠര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് തന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പൂജപ്പുര ജയിലിൽ നിന്നാണ് തന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സെൽ റൂമിലേക്കാണ് മാറ്റിയത്. നെഞ്ചുവേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നതായി തന്ത്രി ജയിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് തന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്ന് ആൻജിയോഗ്രാം ചെയ്യും. സൈബർ കുറ്റകൃത്യങ്ങൾ നടത്താൻ കംബോഡിയയിലേക്ക് കേരളത്തിൽ നിന്ന് വൻതോതിൽ മനുഷ്യക്കടത്ത്. ചൈനീസ് പൗരന്മാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സൈബർ ഷെൽട്ടറുകളിലേക്കാണ് മലയാളികളായ യുവതീ യുവാക്കളെ വൻതോതിൽ കടത്തുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഹൈദരാബാദ് സ്വദേശിയായ യുവ ഡോക്ടറിൽ നിന്ന് മാട്രിമോണിയൽ സൈറ്റിലൂടെ യുവതി എന്ന വ്യാജേന പരിചയപ്പെട്ട് 37 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ ആലപ്പുഴ അരൂർ സ്വദേശി സൂരജ് കൃഷ്ണ, മലപ്പുറം വാളാഞ്ചേരി സ്വദേശികളായ KP ആദിൽ, മുഹമ്മദ് ഫൈസൽ എന്നിവരെ കൊച്ചി സിറ്റി സൈബർ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തായത്. യുവ ഡോക്ടറെ കംബോഡിയയിൽ നിന്ന് യുവതി എന്ന വ്യാജേന ബന്ധപ്പെട്ടത് സൂരജ് കൃഷ്ണയായിരുന്നു. സർക്കാർ വകുപ്പുകളുടെ ഔദ്യോഗിക വെബ് പോർട്ടലുകൾ, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ് പോർട്ടൽ മുതലായവയിൽ മതം രേഖപ്പെടുത്തേണ്ട ഭാഗത്ത് ബുദ്ധമതം കൂടി ഉൾപ്പെടുത്തും. ജാതി രേഖപ്പെടുത്തേണ്ട കോളങ്ങളിൽ ബുദ്ധമതം, പട്ടികജാതി, പട്ടികവർഗം എന്ന് ഉൾപ്പെടുത്താനുള്ള നടപടികൾ വിവിധ വകുപ്പുകൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച സർക്കുലർ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് സെക്രട്ടറി ഡോക്ടർ A കൗശികൻ പുറപ്പെടുവിച്ചു. പ്രതിമാസ ബില്ലിംഗ് ഉള്ള ഉപഭോക്താക്കൾക്ക് ഫെബ്രുവരിയിൽ ഇന്ധന സർചാർജ് ഉണ്ടാവില്ലെന്ന് KSEB അറിയിച്ചു. ദ്വൈമാസ ബില്ലിംഗ് ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് 4 പൈസയായിരിക്കും ഇന്ധന സർചാർജ്. ജനുവരിയിൽ ഇത് യഥാക്രമം 7ഉം 8ഉം പൈസയായിരുന്നു. ഇന്ധന സർചാർജ് കുറഞ്ഞതിനാൽ ഫെബ്രുവരി മാസത്തിലെ വൈദ്യുതി ബില്ലിൽ കുറവുണ്ടാകും. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ചട്ടങ്ങൾ പ്രകാരം സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ താരിഫ് റെഗുലേഷൻ 87 ചട്ടം പരിഷ്കരിച്ചിരുന്നു. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാതെ പാഴാക്കുന്ന സംസ്ഥാന സർക്കാർ ബജറ്റിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നതായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാമത് ബജറ്റ് ഇന്ത്യയെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും മാറ്റി ലോകത്തിലെ 4ാം നമ്പർ സമ്പദ് വ്യവസ്ഥയായി മാറ്റിയതിന്റെ പ്രതിഫലനമാണ്. ദീർഘകാല സാമ്പത്തിക തന്ത്രങ്ങളുടെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന രാജ്യവികസനം. മാരാർജി ഭവനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. കോഴിക്കോട് കക്കോടിയിൽ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ യുവതിയെ കഴുത്തിൽ കുരുക്കിട്ട ശേഷം സ്റ്റൂൾ തട്ടിമറിച്ച് കൊലപ്പെടുത്തിയ ശേഷവും വൈശാഖൻ 3 തവണ പീഡിപ്പിച്ചതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. വർക്ക്ഷോപ്പിൽ വന്നില്ലെങ്കിൽ യുവതിയുടെ നഗ്നചിത്രങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വൈശാഖൻ പോലീസിനോട് പറഞ്ഞു. യുവതിയെ വശീകരിക്കാൻ പ്രതി ആഭിചാരക്രിയകൾ നടത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. യുവതി പിടഞ്ഞു മരിക്കുമ്പോഴും വൈശാഖൻ പീഡിപ്പിക്കുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. കെട്ടഴിച്ച് താഴെ കിടത്തി 2 തവണ പീഡിപ്പിച്ചു. വർക്ക്ഷോപ്പിലെ CCTVയിൽ 3 മണിക്കൂറിലേറെയുള്ള ദൃശ്യങ്ങളിൽ കൊലപാതകത്തിന് വൈശാഖൻ നടത്തിയ ആസൂത്രണവുമുണ്ട്. വൈശാഖന്റെ പുതിയ കാമുകിയുടെ വിവരം യുവതി അറിഞ്ഞതോടെയാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്. ഇതിന്റെ വശീകരണ ശ്രമത്തിന്റെ ഭാഗമായി തൃശൂരിലും ആലപ്പുഴയിലുമാണ് ആഭിചാരക്രിയകൾ നടത്തിയത്. അതിനുശേഷവും പെൺകുട്ടി അകൽച്ച തുടർന്നതോടെയാണ് നഗ്ന ഫോട്ടോയുടെ കാര്യം പറഞ്ഞ് വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി വൈശാഖനായിരിക്കുമെന്ന് ഡയറി എഴുതി 3 മണിക്കൂറിനകമാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്തെ 10ാം ക്ലാസ് പൊതുപരീക്ഷകൾ മാർച്ച് 5-ന് ആരംഭിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. SSLC, THSLC
AHSLC തുടങ്ങിയ പരീക്ഷകളുടെ വിജ്ഞാപനം മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള സമയക്രമങ്ങൾ പരീക്ഷാ ഭവനാണ് തീരുമാനിച്ചത്. പരീക്ഷാഫലം മെയ് 8 പ്രസിദ്ധീകരിക്കും. വയോധിക ക്ഷേത്രകുളത്തിൽ മുങ്ങി മരിച്ചു. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പെരുംകുളത്തിൽ മാവേലിക്കര തഴക്കര നിലയ്ക്കൽ തെക്കതിൽ അമ്മിണിയാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. തൈപ്പൂയ ഉത്സവത്തിനിടെയാണ് കുളത്തിൽ വയോധികയുടെ മൃതദേഹം കണ്ടത്. ഇവർ ക്ഷേത്ര പരിസരത്ത് ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. 3 ദിവസത്തിനിടെ ഈ കുളത്തിൽ വീണു മരിക്കുന്ന രണ്ടാമത്തെ ആളാണ്. ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അയോഗ്യതയിൽ നിർണായക തീരുമാനം ഇന്ന്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന പരാതി ഇന്നു ചേരുന്ന പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കും. DK മുരളി നൽകിയ പരാതിയിലാണ് പ്രിവിലേജ് കമ്മിറ്റി പരിഗണിക്കുന്നത്. DK മുരളിയുടെയും രാഹുലിന്റെയും വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും കമ്മിറ്റി തീരുമാനത്തിൽ എത്തുക. നിരന്തരം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാഹുലിനെ അയോഗ്യനാക്കണമെന്നാണ് DK മുരളിയുടെ ആവശ്യം. രാഹുലിന്റെ ഭാഗം കൂടി കേട്ടിട്ടാകും കമ്മിറ്റി തീരുമാനമെടുക്കുക. നടപടിക്രമങ്ങൾ സങ്കീർണമായതിനാൽ ഈ സഭാ സമ്മേളനം തീരും മുമ്പ് തീരുമാനമെടുക്കാൻ സാധ്യത കുറവാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിച്ചേക്കും. കട്ടിളപ്പാളി കേസിലാണ് 90 ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം തേടിയത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൂടി ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ നീക്കം. ആദ്യം അറസ്റ്റിലായ ദ്വാരപാലക കേസിൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ബംഗ്ലാദേശിന്റെ സഹായം പകുതിയായി വെട്ടിക്കുറച്ചു. ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ബംഗ്ലാദേശിനുള്ള തിരിച്ചടിയാണിത്. അയൽ രാജ്യങ്ങളെ സഹായിക്കുന്നതിനായി സാധാരണഗതിയിൽ ബജറ്റിൽ തുക വകയിരുത്താറുണ്ട്. 2026-27 ബജറ്റിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് വിദേശ സഹായത്തിനായി 22,118.97 കോടി അനുവദിക്കും. കഴിഞ്ഞ വർഷം 20,516.61 കോടിയായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ബജറ്റിൽ. ഇത് നേരിയ വർധനമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്കുള്ള ബജറ്റിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പല രാജ്യങ്ങൾക്കുമുള്ള ബജറ്റ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കുള്ള സാമ്പത്തിക സഹായവും കുറച്ചിട്ടുമുണ്ട്. ചിക്കൻ നെക്ക് എന്ന പേരിൽ ഭീഷണിപ്പെടുത്തിയ ബംഗ്ലാദേശിന് ഇത്തവണ 60 മില്യണാണ് സഹായമായി വകയിരുത്തിയത്. കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയതിന്റെ പകുതിയാണിത്. ചലച്ചിത്ര നിർമ്മാതാവ് രോഹിത് ഷെട്ടിയുടെ ജുഹുവിലെ ബംഗ്ലാവിന് നേരെ ബൈക്കിലെത്തിയ തോക്കുധാരി 5 റൗണ്ട് വെടിയുതിർത്തു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പൂനെയിൽ നിന്ന് മറ്റു 3 പേരോടൊപ്പം ഇയാളെയും അറസ്റ്റ് ചെയ്തു. ഷെട്ടിയും കുടുംബവും വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. ലോറൻസ് ബിഷ്ണോയ് സംഘത്തിലെ ഒരു കൂട്ടാളിയായ ഗുണ്ടാ നേതാവ് ശുഭം ലോങ്കർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്തു. ഷെട്ടിക്ക് ഭീഷണി സന്ദേശമോ പണം തട്ടിയെടുക്കൽ ആവശ്യങ്ങളോ ലഭിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് ചെയ്തതിനാൽ ഉദ്ദേശം വ്യക്തമല്ല. ആയുധത്തിന്റെ നിർമ്മാണം പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. സ്വപ്നിൽ സഖത്ത്, സിദ്ധാർത്ഥ് യൻപുരെ, ആദിത്യ ഗയാക്കി, സമർത്ഥ് പോമാജി എന്നിവരാണ് അറസ്റ്റിലായത്. 2026 T20 ലോകകപ്പിൽ പങ്കെടുക്കുമെന്ന് പാകിസ്ഥാൻ ഞായറാഴ്ച സ്ഥിരീകരിച്ചു. എന്നാൽ ചിരവൈരികളായ ഇന്ത്യക്കെതിരായ ഗ്രൂപ്പ് ഘട്ട മത്സരം ബഹിഷ്കരിക്കുമെന്നും പ്രഖ്യാപിച്ചു. സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ മത്സരങ്ങൾ കളിക്കാൻ ധാക്ക വിസമ്മതിച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC ബംഗ്ലാദേശിനെ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്നാണ് പാകിസ്ഥാൻ സർക്കാർ ഈ തീരുമാനം എടുത്തത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളെല്ലാം നിഷ്പക്ഷ വേദിയിൽ നടത്തുന്നതിന് ICCയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡും BCCI പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും PCBയും തമ്മിൽ മുൻ കരാറുകൾ ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ സർക്കാർ ഇങ്ങനെയൊരു തീരുമാനം വ്യക്തമാക്കുകയായിരുന്നു. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ സൈന്യവും ബലൂച്ച് ലിബറേഷൻ ആർമിയും തമ്മിൽ രൂക്ഷമായ പോരാട്ടം തുടരുന്നു. ശനിയാഴ്ച രാവിലെ BLA ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യം വെച്ച് ഓപ്പറേഷൻ ഹരോഫ് ആരംഭിച്ചു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 10 മുതൽ 12 മണിക്കൂറിനുള്ളിൽ BLA പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചു. ബലൂചിസ്ഥാനിലെ 12ലധികം നഗരങ്ങളിൽ ഒരേ സമയം ആസൂത്രിതമായി ആക്രമണങ്ങൾ നടത്തി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ബലൂച്ച് ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് തലസ്ഥാനമായ ക്വറ്റയിലാണ്. ഓട്ടോമാറ്റിക് ആയുധങ്ങളുമായി എത്തിയ 100 കണക്കിന് ബലൂച്ച് ലിബറേഷൻ ആർമി പോരാളികളെ അവിടെ കാണാമായിരുന്നു. ബലൂചിസ്ഥാനിലുടനീളം നടന്ന സംഘടിത വെടിവെപ്പ് ബോംബ് ആക്രമണങ്ങളിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടതായും 40 മണിക്കൂർ നീണ്ടുനിന്ന പോരാട്ടത്തിൽ പാകിസ്ഥാൻ സുരക്ഷാ സേന 145 പേരെ വധിച്ചതായും പ്രവിശ്യ മുഖ്യമന്ത്രി പറഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് നേരെയുള്ള US-ന്റെ ഏതൊരു ആക്രമണവും മേഖലയാകെ യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ ഇറാനുമായി ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖമനേയിയുടെ മുന്നറിയിപ്പിനെ പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം തീർച്ചയായും അങ്ങനെ പറയൂ എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം.
ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കരാർ നടന്നില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അപ്പോൾ അറിയാമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.